ഈ ആക്സിഡന്റിലെ നെഞ്ചിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ മേഘേട്ടാ? ഒരു കുഴപ്പവുമില്ല. എന്റെ സ്കാനർ റിപ്പോർട്ടൊക്കെ ഓക്കെയാ. ECGയിലും വലിയ പ്രശ്നമൊന്നുമില്ല. എടി, അതുകൊണ്ടല്ലേ ഇത്രയും പെട്ടെന്ന് ICU വാർഡിലേക്ക് മാറ്റിയത്. ഇപ്പഴാ ഒരു ആശ്വാസമായത്. ഇടയ്ക്കിനി നെഞ്ചുവേദന വരുവാണെങ്കിലേ പറയണേ മേഘേട്ടാ. എന്റെ നെഞ്ചിന് ഒരു കുഴപ്പമില്ലെന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ? അത് ഡബിൾ സ്ട്രോങ്ങാ. പെട്ടെന്നൊന്നും അറ്റാക്ക് വന്ന് ഞാൻ ചാവത്തില്ല. അയ്യോ, ഞാൻ ആ അർത്ഥത്തിലൊന്നും അല്ല പറഞ്ഞത്. ശരി മേഘേട്ടാ, ഞാൻ ഇടയ്ക്ക് വന്നോളാം. ശരി. അവളോട് ആരാ പറഞ്ഞ എനിക്ക് നെഞ്ചുവിനായിട്ട് ICUയിലാക്കിയെന്ന്? ഇടയ്ക്ക് അവള് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞതാ മോനെ. എന്തുണ്ടായാലും എല്ലാരും ഇങ്ങനെ കൊട്ടിഘോഷിക്കണോ? ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളെ അമ്മയുടെ കാലത്തെ ആൾക്കാരെ പോലെ ത്യാഗം ചെയ്യുന്ന ആൾക്കാരല്ല. ആണിന് അറ്റാക്കാണെന്ന് അറിഞ്ഞാലേ അവരടുത്തൊരു തന്നെ തേടി പോവും. എടാ, ഒന്നുമില്ലാലും അവളെന്റെ അനന്തരവളല്ലേടാ. അവൾ അങ്ങനെ ഒന്നും പോകത്തില്ല. അച്ഛന്റെ അനന്തരവളായതുകൊണ്ടാ കൂടുതൽ സൂക്ഷിക്കേണ്ടത്. നിന്റെ ആദ്യം മാറിയല്ലോ. മാറിയിട്ടൊന്നുമില്ല. അവൻ ICU പെട്ടെന്ന് പുറത്തു വന്നല്ലോ. പിന്നെന്താ മാറാതിരിക്കാൻ? ഇടയ്ക്ക് നമുക്ക് അങ്ങോട്ട് പോകാം. പോവാ, പക്ഷെ അവളോട് പോരുതെന്ന് പറയണം. പോയാലിനി മേഘേട്ടന് ഇല്ലാത്ത അസുഖം കൂടെ ഉണ്ടാവും. എന്ന് വെച്ച ആൾക്കാരെ കൊല്ലുന്ന ജാതകമുള്ളൊരുത്തി ഈ വീടിനകത്ത് കടന്നു കൂടിയിട്ടുണ്ട്. വരുന്നുണ്ട് അമ്പലത്തിലൊക്കെ പോയിട്ട്. അവള് ഹോസ്പിറ്റലിലേക്കല്ലേ പോയത്? അതെ, അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോയി രോഗിയായിട്ട് വരുവാ. ദയവ് ചെയ്ത് നീ മേഘനെ കാണാൻ ആ ഹോസ്പിറ്റലിന്റെ പരിസരത്തേക്ക് പോലും പോവരുത്. നീ അവിടെ ചെന്നപ്പോ തന്നെ അവൻ ICUനകത്തായി. ഞാൻ മേഘേട്ടന് വേണ്ടി നന്നായി പ്രാർത്ഥിച്ചിട്ടാ വരുന്നേ. നീ എന്താ പ്രാർത്ഥിക്കുന്നേന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാടി. അതേപ്പറ്റി നീ കൂടുതലൊന്നും പറയണ്ട. എന്നാ പിന്നെ ചെന്ന് ഭർത്താവിന്റെ നെറ്റിയിൽ ചന്ദനം തൊട്ട് കൊടുക്ക്. ചെല്ലടി. അമ്മേ, ഇതെന്താ കറിഞ്ഞെടുത്തി കയ്യിലൊരു കവറൊക്കെ? തൊട്ടിലോ? കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ തൊട്ടിലൊക്കെ റെഡിയാക്കി വെക്കണമെന്ന് കരുണയ്ക്ക് ഒരേ നിർബന്ധം. നോക്കണ്ട. നാളെ കുഞ്ഞിനെ സ്വപ്നം കാണുന്നവർക്കല്ലേ അതൊക്കെ ചെയ്യാൻ പറ്റൂ. അല്ലാത്തവർക്ക് അതൊന്നും പറ്റില്ലല്ലോ. പറ്റുമേ. തൊട്ടില് വാങ്ങാനും കുഞ്ഞിനെ തൊട്ടിലിന് കിടത്തി താരാട്ട് പാടാനും തൊട്ടിലാട്ടാനും ഒക്കെ പറ്റും. പക്ഷേ അത് ജീവനില്ലാത്ത കുഞ്ഞിനായിരിക്കും മാത്രം. പാവക്കുഞ്ഞിനെ. അങ്ങനെ എടുത്ത് ഇവരെ കളിയാക്കൊന്നും വേണ്ട. ഏടത്തേക്ക് ജനിക്കുന്ന കുഞ്ഞിനെ ഇവർക്ക് താരായിട്ട് പാടിക്കൂടായോ? അതിനു വേണ്ടിട്ടാ അഡ്വാൻസ് ആയിട്ട് ഈ തൊട്ടിലൊക്കെ അങ്ങ് വാങ്ങിച്ചത്. അതെ, കരുണമോൾക്ക് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാലേ നീ പിന്നെ കണ്ണന്റെ പിന്നാലെ ഫൈനാൻസിയേഴ്സിലേക്കൊന്നും പോണ്ട. കുഞ്ഞിനെ നോക്കി ഇവിടെ ഇരുന്നാ മതി. അത് കണ്ണേട്ടൻ പറയട്ടെ, അതുപോലെ ഞാൻ ചെയ്യും. പിന്നെ ഫൈനാൻസിലേക്ക് പോകുന്നത് കുഞ്ഞിനെ നോക്കാൻ ഒരു തടസ്സമല്ല.
അതുവരെ ഇവൾക്ക് ആവശ്യതയുണ്ടെങ്കിൽ അമ്മയ്ക്ക് കുഞ്ഞിനെ നോക്കാലോ. അമ്മ ശരിക്കും ഒരു ജോലിക്കാരിയായി. മോളെ, ആ ജോലിക്കാരി ഒരു ദിവസം അവൾക്കൊരു പണി കൊടുക്കും. എടുത്തി ഇപ്പൊ ചെയ്തത് എന്തുകൊണ്ട് നന്നായി. ഒരു കുഞ്ഞിനെ വേണമെന്ന ആഗ്രഹം അവരിൽ വേര് വെച്ച് കഴിഞ്ഞാലേ അവര് കണ്ണേട്ടിന് ഇട്ടിട്ട് പോത്തുള്ളൂ. എനിക്ക് തോന്നുന്നില്ല അവര് കണ്ണേട്ടനെ കളഞ്ഞിട്ട് പോകുന്നു. എടാ, അത് പെണ്ണുങ്ങളുടെ മനസ്സറിയാത്തോണ്ടാ മോനെ. കല്യാണം കഴിഞ്ഞൊരു പെണ്ണിന് കുഞ്ഞില്ലാതെ ജീവിക്കാൻ പാടാ. അതിന് അവര് കുഞ്ഞിനെ ദത്തെടുത്താലോ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.